ഹായ് ഡിയേഴ്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഫോണിൻ്റെ ഡിസ്പ്ലേ പോയ കാര്യം. അപ്പോൾ ഫോണിൻ്റെ ഡിസ്പ്ലേ പോയത് ശരിയാക്കി ഇട്ടിട്ടുണ്ട്. അപ്പം പഴയ ഫോണാട്ടോ നിങ്ങൾക്കിപ്പം കാണിച്ചിരുന്നത്. ഈ ഒരു ഫോണിൽ ഞാൻ വീഡിയോ ഒക്കെ ഇട്ടുകൊണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഒന്ന് ഒരുങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ കടലോട്ട് പോകാൻ. അപ്പം രാവിലെ 7:30 ആകുമ്പം ഞങ്ങൾ ഒരുമിച്ച് ഇറങ്ങും. ഒറ്റയ്ക്ക് എനിക്കിരിക്കാൻ പേടിയായതുകൊണ്ട് ചേട്ടാ എപ്പം പോകുന്നു ആ കൂടുതൽ ഞാനും ചാടി ഇറങ്ങും കേട്ടോ. ഇപ്പം താമസിക്കുന്ന ഇച്ചിരി പറമ്പുള്ള പ്രദേശം പോലത്തെ സ്ഥലത്താണ്. അപ്പോൾ അതുകൊണ്ട് നേരത്തെ ഇറങ്ങും. അപ്പം ഒരുക്കം എല്ലാം കഴിഞ്ഞിട്ട് ചേട്ടാ ഇറങ്ങുന്നതിന് മുന്നേ ഞാൻ പുറത്തെ വ്യൂ ഒക്കെ ഒന്ന് വീഡിയോ പിടിക്കുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോസൊക്കെ ഇഷ്ടപ്പെടണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. വീഡിയോയ്ക്ക് വോയിസ് ഓവർ കൊടുക്കുമ്പോഴത്തേനും ജലദോഷമായിരുന്നു കേട്ടോ, അതാ സൗണ്ടൊക്കെ അങ്ങനെ ഇരിക്കുന്നത്. ചേട്ടാ വീടെല്ലാം പൂട്ടിയിട്ട് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഞങ്ങൾ രണ്ടും ഒരുമിച്ച് നേരെ വഴിയിലോട്ട് പോവുകയാണേ. അപ്പോൾ കുറച്ച് വഴിയിൽ നിന്ന് കുറച്ച് ഉള്ളിലോട്ട് കയറിയാണ് വീടിരിക്കുന്നത്. പിന്നെ ഞങ്ങൾ ഒരുമിച്ച് ഇതേ വഴിയിലോട്ട് ഇറങ്ങിപ്പോന്നു. ഇനിയുള്ള ടാസ്ക് എന്ന് പറയുന്നത് ഈ ഒരു അതികഠിനമായ കയറ്റം കയറണം കേട്ടോ. ഇത് പകുതി കയറുമ്പോൾ തന്നെ നമ്മുടെ ഉള്ള ജീവൻ പോകും. കാരണം സമയത്തിന് ബസ്സും കിട്ടണം, ഈ കയറ്റം കയറുകയും ചെയ്യണം. അങ്ങനെ ഞങ്ങൾ ആ കയറ്റം കയറിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പം ചെറുതായിട്ടൊന്ന് വീഡിയോ എടുത്തു. പിന്നെ ആ കയറ്റം കയറി മടുത്തപ്പം ചേട്ടാ കയ്യിലോട്ട് ഇങ്ങനെ പതിയെ ഒന്ന് പിടിച്ചു. പിന്നെ ചേട്ടാ എന്നെ വലിച്ച് ആ കയറ്റം കയറ്റി. അങ്ങനെ പകുതി ആയപ്പോഴത്തേനും ചേട്ടൻ്റെ ബസ്സും പോയി. പിന്നെ അടുത്ത വണ്ടിക്ക് വേണ്ടി കാത്തു നിന്നപ്പോഴത്തേനും കയ്യിലുണ്ടായിരുന്ന ഒരു ലോട്ടറി ടിക്കറ്റ് നോക്കി. എങ്ങാനും കിട്ടുന്ന ചേട്ടാ ലോട്ടറി അടിച്ചാലോ എന്നുള്ളൊരു തോന്നലിൽ ഞങ്ങൾ ലോട്ടറി നോക്കാൻ പോവാം. അപ്പം മറ്റേ ഡയലോഗ് പോലെ KL നമ്പർ ആ ഒരു സംഭവത്തിൽ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ ചേട്ടയുടെ ബസ് വന്നു, ചേട്ടാ കയറിപ്പോയി. അപ്പോൾ ഞാൻ നിൽക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് അരുവിക്കുഴി വെള്ളച്ചാട്ടം കേട്ടോ. അപ്പോൾ അവിടെ ചെറിയൊരു ഫ്ലെക്സ് വെച്ചിട്ടുണ്ട്, ഒരു പിങ്ക് കളറുള്ള. അത് നമ്മുടെ അവിടുന്ന് ഒരു ചിരി വെമ്പാശ്ശേരി പോയ ഒരു കൊച്ചിൻ്റെ ഫ്ലെക്സ് കേട്ടോ. പിന്നെ ഉച്ച കഴിഞ്ഞിട്ട് ഞാൻ അമ്മേൻ്റെ അടുത്ത് പോയായിരുന്നു. അപ്പോൾ എപ്പോൾ വന്നാലും എനിക്ക് ഈ ഒരു വള്ളിച്ചിരിയുടെ ഫോട്ടോയും വീഡിയോ എടുക്കാതെ മാത്രമേ ഉള്ളൂ എൻ്റെ പരിപാടി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു ചെടി. കാരണം നല്ലൊരു പോസിറ്റീവ് എനർജി ഈ ചെടി നിൽക്കുമ്പോൾ, ഈ ചെടി കാണുമ്പോൾ കേട്ടോ. ഇപ്പം വേനൽക്കാലമായതിന് കളറൊക്കെ കുറച്ചൊക്കെ വാങ്ങി, എങ്കിലും അപ്പുറത്തൊക്കെ ആയിട്ട് കുറച്ച് ഡാർക്ക് കളറുണ്ട്. പക്ഷേ ഇതിൻ്റെ ഈ പൂ ഉണങ്ങി നിൽക്കുന്നത് കാണാൻ ഒരു ഭംഗിയാണ് കേട്ടോ. പിന്നെ കുറേ നേരം അതിൻ്റെ ചുവട്ടിൽ കൂടെ അതിൻ്റെ വീഡിയോയും ഫോട്ടോസും ഒക്കെ എടുത്ത് ഇങ്ങനെ നടന്നു. നല്ല ഭംഗി, എത്ര കണ്ടാലും മതി വരാത്തൊരു കാഴ്ച കേട്ടോ. പിന്നെ തിരിച്ചു വന്ന വഴിയിൽ ഇതുപോലത്തെ ഒരു ചെടി നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. ഇതൊരു കാട്ടുവെള്ളയാണ്, പക്ഷേ അതിൻ്റെ പൂ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പം ഞാൻ അതിനെ ഇങ്ങനെ തട്ടി വിട്ടുകൊണ്ടിരിക്കുമ്പോൾ നല്ല ഡ്രസ്സ് ഇങ്ങനെ കാറ്റത്ത് പോകുന്ന നല്ല ഭംഗി. അപ്പം അങ്ങനെ തട്ടിവിട്ടു. പിന്നെ എനിക്കതിനെ പിന്നെ വേദനിപ്പിക്കാൻ തോന്നിയില്ല. പിന്നെ ഞാൻ വീട്ടിലോട്ട് നേരെ പോന്നു. പിന്നെ വൈകുന്നേരം കഴിക്കാൻ വേണ്ടി ഒരു ഇലയുടെ ഉണ്ടായിരുന്നു. പിന്നെ തന്നിച്ചേച്ചി തന്ന ഒരു കേക്ക് ഉണ്ടായിരുന്നു. പിന്നെന്താ തന്നിച്ചേച്ചി തന്നെ മത്തി വറുത്ത തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തുവാ പിന്നെ അതുപോലെ തന്നെ വേറെന്തോളം ഉണ്ടായിരുന്നു. കുറച്ച് ഉപ്പാവും തന്നിട്ടുണ്ട്, കുറച്ച് കറിയും തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചേട്ടായുടെ വക ചേട്ടാ ഒരു പൊറോട്ടയും വാങ്ങിച്ചുകൊണ്ട് വന്നു, കുറച്ച് ചിക്കൻ വറുത്തതും വാങ്ങിച്ചുകൊണ്ട് വന്നു കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂട്ടി കുശാലായിട്ട് കഴിച്ചു. ചില ദിവസങ്ങളിലൊക്കെ നമുക്ക് ഇഷ്ടംപോലെ കഴിക്കാൻ കാണും, ചില ദിവസങ്ങളൊന്നും കാണത്തുമില്ല. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.